നമസ്കാരം. സാജിദ് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഭീകരനാകാൻ വേണ്ടി മാത്രം IS-ലെത്തിയവനാണ്. അല്ലെങ്കിൽ IS-ന്റെ പ്രത്യയശാസ്ത്രങ്ങളോട് മമത കാണിച്ചവനാണ്. ഇത് നടന്നത് അങ്ങ് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയെ ഞെട്ടിച്ച ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. നമുക്കറിയാമല്ലോ, ഭീകരാക്രമണം നടത്തിയ പ്രതികൾ എന്ന് പറയുന്നത് ആദ്യം വിചാരിച്ചത് പാകിസ്ഥാനികളായിരിക്കും എന്നാണ്. പക്ഷെ ആ പ്രതിക്ക് ഹൈദരാബാദിലാണ് വേരുകളുള്ളത്. ഇന്ത്യക്കാരനായിട്ട് അറിയപ്പെടുന്നവനായിരുന്നു. ഏകദേശം 6 തവണയോളം ഇന്ത്യയിൽ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യക്കാരെ കൂടുതൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ്. സിഡ്നിയിൽ ജൂതരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ ഒരു പ്രതി ഇന്ത്യക്കാരനാണ്. ഹൈദരാബാദിൽ വേരുകളുള്ള സാജിദ് അക്രമും മകനുമാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതർക്ക് നേരെ വെടിയുതിർത്തത്. ഡിസംബർ 14 നടന്ന വെടിവയ്പിൽ 15 പേർ കൊല്ലപ്പെടുകയും 42 പേർക്കോളം പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഓസ്ട്രേലിയൻ പോലീസിന്റെ തിരിച്ചുള്ള വെടിവയ്പിൽ 50-കാരനായിട്ടുള്ള സാജിദ് കൊല്ലപ്പെടുകയും ചെയ്തു. ഇയാളുടെ മകൻ 24-കാരനായിട്ടുള്ള നവീദ് വെടിയേറ്റ് ആശുപത്രിയിലുമാണ്. സമീപകാലത്ത് ഓസ്ട്രേലിയയിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. ലോകത്തെ നടുക്കിയ ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ള ആ നീച കുടുംബം ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പാകിസ്ഥാനികളല്ല എന്നുള്ളതാണ്. ഇന്ത്യക്കാരാണ് എന്നറിഞ്ഞ ഞെട്ടലാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സമൂഹം. ബോണ്ടി ബീച്ചിലുണ്ടായിട്ടുള്ള വെടിവയ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രതികളിലൊരാൾ സാജിദ് അക്രമിന്റെ സ്വദേശം എന്ന് പറയപ്പെടുന്ന ഹൈദരാബാദ് ആണെന്ന് സ്ഥിരീകരിച്ചു. 27 വർഷം മുൻപ് ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തതാണ് എന്നും ഹൈദരാബാദിലെ കുടുംബവുമായിട്ട് ഇദ്ദേഹത്തിന് പരിമിതമായിട്ടുള്ള ബന്ധം മാത്രമാണ് ഉള്ളത് എന്നും തെലങ്കാന DGP അടക്കം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഹൈദരാബാദിൽ BCom ബിരുദം പൂർത്തിയാക്കിയ അക്രം 1998 നവംബറിലാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. തുടർന്ന് യൂറോപ്യൻ വംശജയായിട്ടുള്ള വെനേര ഗ്രോസയെ വിവാഹം കഴിച്ച് അവിടെ, അതായത് ഓസ്ട്രേലിയയിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഇവർക്ക് 2 മക്കളുമുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിലെത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യൻ പാസ്പോർട്ട് അവർ സറണ്ടർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സാജിദ് അക്രത്തിന് ഇപ്പോഴും ഈ ഇന്ത്യൻ പാസ്പോർട്ട് എന്നത് അയാളുടെ കയ്യിലുണ്ട്. മകൻ നവീദ് അക്രമും മകൾ ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് ജനിച്ചത്. ഇരുവരും ഓസ്ട്രേലിയൻ പൗരന്മാരാണ്. ഇന്ത്യയിലെ ബന്ധുക്കളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇവർക്ക് കഴിഞ്ഞ 27 വർഷമായി ഹൈദരാബാദിലുള്ള തന്റെ കുടുംബമായിട്ട് സാജിദ് അക്രത്തിന് പരിമിതമായിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ശേഷം 6 തവണയാണ് ഇന്ത്യയിലെത്തിയത്. സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രായമായ മാതാപിതാക്കളെ സന്ദർശിക്കൽ തുടങ്ങിയ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു ഈ സന്ദർശനങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. പിതാവിന്റെ മരണസമയത്ത് പോലും സാജിദ് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നില്ല എന്ന് കൂടി പറയുന്നു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് സാജിദിന്റെ പേരിൽ കേസോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള സംഭവങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാണ് തെലങ്കാന പോലീസ് പറയുന്നത്. സാജിദിനെ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ തീവ്ര ചിന്താഗതികളെ പറ്റി അറിയില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത വിഭാഗക്കാരുടെ ഹനൂക്ക എന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെ അവിടെയാണ് ഈ അക്രമികൾ വെടിയുതിർത്തത്. സംഭവം ഭീകരാക്രമണമാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. വെടിവയ്പിൽ 3-മതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തീവ്രവാദ ആക്രമണമാണ് സാജിദും മകൻ നവീദ് അക്രമും ചേർന്ന് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം സാജിദ് ആരും ശ്രദ്ധിക്കാതെ വളരെ ഒതുങ്ങി ജീവിക്കുകയും രഹസ്യമായിട്ട് ഈ തോക്കുകൾ ശേഖരിക്കുകയും സൈനിക പരിശീലനത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പരിശീലനം നേടുകയും ചെയ്തിരുന്നു. വെടിവെപ്പിന് പരിശീലനം ലഭിച്ചതടക്കം ദുരൂഹമായി തുടർന്ന കാര്യങ്ങളാണ്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു നിയമം അനുസരിക്കുന്ന പൗരനായിരുന്നു സത്യത്തിൽ സാജിദ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ബിസിനസ് നടത്തിയിരുന്ന ആളാണ്. മാത്രമല്ല സാജിദ് ലൈസൻസ് ഉള്ള തോക്കുടമയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം 6 തോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഒരു ഗൺ ക്ലബിലെ അംഗവുമായിരുന്നു ഇദ്ദേഹം. ബോണിറിഗിലെ പ്രാന്തപ്രദേശത്തുള്ള ഒരു 3 കിടപ്പുമുറി വീട്ടിൽ തന്റെ ഭാര്യ വെരേന അക്രമിനോടൊപ്പമാണ് ഇവർ താമസിക്കുന്നത്. ഭാര്യ വെരേനയ്ക്ക് ഈ കൊലപാതക പദ്ധതിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവോ വിവരവും ഇല്ലായിരുന്നു. തെക്കൻ തീരത്തുള്ള ജെർവിസ് ബോയിൽ അവർ മീൻ പിടിക്കാൻ പോയതായിരിക്കുമെന്നാണ് ഭാര്യ കരുതിയിരുന്നത്. എന്നാൽ അവർ ജെർവിസ് ബോയിൽ പോയില്ല. തോക്കുകളും സ്ഫോടക വസ്തുക്കളുമായിട്ട് സിഡ്നിയിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാമ്പസിലെ ഒരു വാടക വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും. പോലീസ് ബോണ്ടിയിലെ സംഭവ സ്ഥലത്ത് നിന്ന് 4 ആയുധങ്ങളും ഹ്രസ്വകാല
വാടക വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തുകയുണ്ടായി. ആയുധങ്ങൾ പിടിച്ചെടുത്തു. അതേസമയം ഈ പോലീസിന്റെ വെടിയേറ്റ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച നവീദ് അക്രം കോമയിൽ നിന്ന് ഉണർന്നിട്ടുണ്ട്. നവീദിനെ വിശദമായിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ആക്രമണത്തിന് പിന്നിലെ വിവരങ്ങൾ, കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമാകുകയുള്ളൂ. അതിനിടെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിൽ പരിക്കേറ്റ 40 പേരിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ 2 പേർ ചികിത്സയിലാണ്. അവരുടെ കൂടുതൽ വിവരങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുമില്ല. അക്രമികൾ ഫിലിപ്പീൻസ് സന്ദർശിച്ചപ്പോൾ അവരിൽ ഒരാൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഇന്ത്യക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായാണ് സാജിദും പ്രതീകും ഈ പറയുന്ന ഭീകരാക്രമണം നടത്തിയത് എന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസി പറയുന്നുണ്ട്. ആക്രമണത്തിന് തൊട്ടു മുൻപ് സാജിദ് ഫിലിപ്പീൻസിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നാണ് ഫിലിപ്പീൻസ് ഇമിഗ്രേഷൻ ബ്യൂറോ നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരണം നടത്തിയത്. സാജിദ് അക്രമും മകനും ഈ വർഷം നവംബർ 1 സിഡ്നിയിൽ നിന്ന് ഫിലിപ്പീൻസിലെ ദാവോയിലേക്ക് യാത്ര ചെയ്തിരുന്നു. നവംബർ 28 സിഡ്നിയിലേക്കുള്ള മടക്കമുണ്ടായി. സാജിദ് ഇന്ത്യൻ പാസ്പോർട്ടിലാണ് യാത്ര ചെയ്തത് എങ്കിൽ മകൻ നവീദ് ഫിലിപ്പീൻസിലേക്കുള്ള യാത്രയ്ക്ക് ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു. സാജിദ് അക്രത്തെയും മകനാട്ട നവീദ് അക്രത്തെയും തീവ്രവാദത്തിലേക്ക് നയിച്ച ഘടകങ്ങൾക്ക് ഇന്ത്യയുമായിട്ടോ തെലങ്കാനയുമായിട്ടോ അല്ലെങ്കിൽ തെലങ്കാനയിലെ ഏതെങ്കിലും പ്രാദേശിക സ്വാധീനവുമായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് ഇന്ത്യ വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 27 വർഷത്തിനിടെ അയാൾ ഇന്ത്യ സന്ദർശിച്ച പോലും 6 തവണ മാത്രമാണ് എന്ന് തെലങ്കാന പോലീസ് പറയുമ്പോഴും ഇതിനകത്ത് അവ്യക്തതയൊന്നും നിലനിൽക്കുന്നില്ല. സിഡ്നിയിൽ ജൂതരുടെ ആഘോഷമായിട്ടുള്ള ഹനൂക്ക ആചരണത്തിനിടെയായിരുന്നല്ലോ ഇത്തരത്തിലുള്ള വലിയ വെടിവെപ്പുണ്ടായത്. ആ വെടിവെപ്പുണ്ടായപ്പോൾ അതിനകത്ത് പോയവരെ കുറിച്ച് വലിയ വാർത്തകൾ വന്നപ്പോഴും ഈ വെടിവെച്ചവന് അല്ലെങ്കിൽ വെടിവെച്ച അക്രമി എന്ന് പറയപ്പെടുന്ന IS സ്വാധീനമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റുമായി സ്വാധീനമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിനോട് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന സജാദിന് അല്ലെങ്കിൽ ആ പരമനീചന്റെ കുടുംബം എന്ന് പറയപ്പെടുന്നത് എത്രമാത്രം വൃത്തികെട്ടവരുടേതാണെന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യക്കാരൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസമുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ഹൈദരാബാദുകാരനായിട്ടുള്ള ഒരുത്തനാണ് ഇത്രയും വലിയൊരു തീവ്രവാദാക്രമണം നടത്തിയത് എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് സത്യത്തിൽ അപമാനമാണ് ഇവർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പരമനീച കുടുംബം എന്ന് പറയുന്നത് പാകിസ്ഥാനികളല്ല, ഇന്ത്യക്കാരാണെന്ന് അറിയുമ്പോഴാണ് ഇന്ത്യൻ സമൂഹം അടക്കം ഞെട്ടിപ്പോകുന്നത് എന്നുള്ളതാണ്. വലിയ ഗതികേടാണ് ഇതുപോലത്തുള്ള ദുരവസ്ഥകൾ എന്ന് പറയപ്പെടുന്നത്. ഇവനെപ്പോലുള്ളവനെ കൃത്യമായിട്ടും നിയമത്തിന് മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച